ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ സഭയുടെ ലിറ്റർജിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. 2033 എന്ന മഹാജൂബിലി വർഷത്തിന് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ലിറ്റർജി ക്ലാസ് 22-ാം എപ്പിസോഡ്. നമ്മൾ കർത്താവ് ഈശോ മിശിഹ എങ്ങനെയാണ് കുർബാന സ്ഥാപിച്ചത്, എങ്ങനെയാണ് സഭയെ ഏൽപ്പിച്ചത്, ആദിമസഭയിൽ കുർബാന എങ്ങനെയായിരുന്നു, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ട് സഭാപിതാക്കന്മാരുടെ സാക്ഷ്യങ്ങൾ, വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ലിറ്റർജിയെക്കുറിച്ചുള്ള സഭാപിതാക്കന്മാരുടെയും അപ്പസ്തോല പിതാക്കന്മാരുടെയും സാക്ഷ്യങ്ങളെ കാണുകയാണ്. അതിൽ ഇന്ന് നമ്മൾ കാണുന്നത് സലാമിസിലെ വിശുദ്ധ എപ്പിഫാനിയസ് ആണ്. അദ്ദേഹം 310 ജനിച്ചത്, 403 അദ്ദേഹം മരിച്ചത്. സൈപ്രസ് ദ്വീപിലെ ഒരു സ്ഥലമാണ് സലാമിസ്. അവിടുത്തെ മെത്രാനായിരുന്നു എപ്പിഫാനിയോസ്. എല്ലാ സഭകളും അദ്ദേഹത്തെ സഭാപിതാവായും വിശുദ്ധനായും അംഗീകരിക്കുന്നു. 8 പാഷാണ്ഡതകൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ രചനയാണ് പനാരിയോൺ. പാനീസ് എന്ന വാക്കിന് ബ്രെഡ് എന്നർത്ഥം. ബ്രെഡ്, പാനീസ്. പനാരിയോൺ എന്ന് വെച്ചാൽ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നാണ്, അപ്പം സൂക്ഷിക്കുന്ന ബാസ്ക്കറ്റ് എന്നാണ്. അതാണ് ഈ 8 പാഷാണ്ഡതകൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ രചനയെ ഈ ബ്രെഡ് ബാസ്ക്കറ്റ്, അപ്പക്കുട്ട എന്നാണ് വിളിക്കുന്നത്. ഈ പാഷാണ്ഡതയുടെ സർപ്പദംശനമേറ്റവർക്കെതിരെ എന്നൊരു പ്രയോഗമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് തന്നെ. അതായത് പാഷാണ്ഡത പിശാജ് എന്ന പ്രാചീന പൗരാണിക സർപ്പത്തോട് ഉപമിച്ചിട്ട് അദ്ദേഹം പറയാണ്, പാഷാണ്ഡതയുടെ സർപ്പദംശനമേറ്റവർക്കെതിരെ. അതായത് പാഷാണ്ഡത എന്ന പിശാജ് സർപ്പത്തെ പോലെ ആരേക്കോ കടിച്ചിരിക്കുന്നു. അവരുടെ വിഷം, ഈ സർപ്പവിഷം, പിശാചിൻ്റെ സർപ്പവിഷമാണ് പാഷാണ്ഡത പ്രവർത്തിക്കുന്നവരിലും പഠിപ്പിക്കുന്നവരിലും ഇങ്ങനെ ഒഴുകുന്നതെന്നാണ് ഈ സലാമിസിലെ വിശുദ്ധ എപ്പിഫാനിയസ് പറയുന്നത്. അദ്ദേഹം തൻ്റെ ഒരു രചനയാണ് ഈ നന്നായി ആഴത്തിൽ നങ്കൂരമിട്ട മനുഷ്യൻ എന്ന ഒരു രചന. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ സാക്ഷ്യമുണ്ട്. ഇന്ന് വളരെ പ്രസക്തമായ ഒരു സാക്ഷ്യമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ ആദ്യം പറയാം, എന്നിട്ട് അതിൻ്റെ 1-2 കാര്യങ്ങൾ ഞാനൊന്ന് വ്യാഖ്യാനിക്കാം. സുവിശേഷങ്ങളിൽ കാണുന്നത് പോലെ അത്താഴം കഴിക്കാനായി ചാഞ്ഞിരുന്ന രക്ഷകൻ തൻ്റെ കൈകളിൽ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് പറഞ്ഞു, ഇത് സത്യമായും ഞാൻ ആകുന്നു. ദിസ് ഈസ് റിയലി മീ. അനന്തരം തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു, ഇത് സത്യമായും ഞാൻ ആകുന്നു. ദിസ് ഈസ് റിയലി മീ. ബാഹ്യമായി നോക്കിയാൽ മനുഷ്യാവതാരം ചെയ്ത അവൻ്റെ പ്രതിരൂപത്തോടോ അവൻ്റെ അദൃശ്യമായ ദൈവത്വത്തോടോ അവൻ്റെ അവയവങ്ങളുടെ രൂപരേഖയോടോ ഇതിന് തുല്യതയോ സാദൃശ്യമോ ഇല്ല. കാരണം ഇതിൻ്റെ ആകൃതി വട്ടത്തിലാണ്, ഇതിന് വികാരങ്ങളില്ല. എന്നാൽ ഇതിൻ്റെ ശക്തിയോ ഇതിൻ്റെ കൃപയെക്കുറിച്ച് അവൻ പറഞ്ഞതോ എന്താണെന്ന് നോക്കൂ. ഇത് സത്യമായും ഞാനാകുന്നു. ഇത് എന്നെപ്പോലെ ഇരിക്കുന്നു എന്നോ എനിക്ക് സദൃശമാണോ എന്നോ അല്ല, ഇത് സത്യമായും ഞാനാകുന്നു എന്നാണ്. ആരും കർത്താവിൻ്റെ വാക്കുകൾ അവിശ്വസിക്കുകയില്ല. അവൻ പറയുന്ന വാക്കുകളുടെ സത്യാവസ്ഥ വിശ്വസിക്കാത്തവന് കൃപയോ രക്ഷകനോ ഇല്ല. ദ മാൻ വെൽ ആങ്കേർഡ് 57, ആഴത്തിൽ നങ്കൂരപ്പെട്ട മനുഷ്യൻ 57 എന്നുള്ള ഇതിനകത്താണ്. ഇവിടെ ഞാൻ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇത് എൻ്റെ ശരീരം ആകുന്നു. ബെനഡിക്ട് മാർപ്പാപ്പ നസറത്തിൽ യേശു എന്ന പുസ്തകത്തിൽ ഗ്രന്ഥത്രയത്തിൽ 2-ാമത്തെ വാല്യത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ആ കുർബാനയുടെയും സ്ഥാപന വാക്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ഇത് എൻ്റെ ശരീരം ആകുന്നു എന്നതിനർത്ഥം ഇത് ഞാൻ തന്നെ ആകുന്നു എന്നാണ്. ഇത് ഞാൻ തന്നെ ആകുന്നു. ഇത് എൻ്റെ ശരീരം ആകുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ആകുന്നു. ഇത് എൻ്റെ രക്തം ആകുന്നു എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ജീവൻ ആകുന്നു എന്നാണ്. രക്തം എന്ന് പറഞ്ഞാൽ ജീവൻ, ഇത് അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ. ഇത് ഞാൻ തന്നെ ആകുന്നു. അത് ബെനഡിക്ട് മാർപ്പാപ്പ എടുക്കുന്നത് വാസ്തവത്തിൽ ഈ സലാമിസിലെ വിശുദ്ധ എപ്പിഫാനിയസിൻ്റെ രചനയിൽ നിന്നാണ്. ഇത് ഞാൻ ആകുന്നു. ഇത് ഞാൻ തന്നെ ആകുന്നു. ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ആകുന്നു. ഇതെൻ്റെ രക്തമാകുന്നു പറഞ്ഞാൽ ഇത് എൻ്റെ ജീവനാകുന്നു. ഇത് നമ്മൾ മറക്കാൻ പാടില്ല. ഉപയോഗിക്കുന്ന വാക്ക് ശരീരമെന്നും രക്തമെന്നും ആണെങ്കിലും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യേശു എന്ന ആളാണ് എന്നാണ്. ഇത് ഞാൻ ആകുന്നു, ഇത് എൻ്റെ ജീവനാകുന്നു, ഇത് ഞാൻ തന്നെയാകുന്നു. അപ്പോൾ ശരീരം എന്ന് പറഞ്ഞാൽ ആളത്വമായി മാറിയ യേശു,
ഇത് രക്തമെന്ന് പറഞ്ഞാൽ ആളത്വമായി മാറിയ യേശു. എന്തിനാണ് തിരിച്ച് പറയുന്നത് ശരീരം രക്തമെന്ന് തിരിച്ചു പറയുന്നത്? അത് ബലിയിലേക്ക് സൂചന നൽകാൻ. അവൻ്റെ രക്തം അവൻ്റെ ശരീരത്തിൽ വേർപെട്ടു കുരിശിൽ. അതാണ് ബലി. അത് ആ ബലിയെ സൂചിപ്പിക്കാനാണ് രണ്ടും രണ്ടായിട്ട് പറയുന്നത്. എന്നിട്ട് വീണ്ടും യോജിപ്പിക്കുന്നു ഇല്ലേ? ലത്തീൻ സഭയിലാണെങ്കിലും പൗരസ്ത്യ സഭകളാണെങ്കിലും ഈ അപ്പം വിഭജിക്കപ്പെട്ടിട്ട് വീണ്ടും ഒന്നിക്കും. അതിനു മുമ്പ് ഈ രക്തവുമായിട്ട് കൂട്ടിച്ചേർക്കപ്പെടും. അതായത് അവൻ്റെ രക്തം വേറിട്ടു, അവൻ വീണ്ടും ഒന്നായി. അത് പുതിയ ജനുസിലാണ് ഉത്ഥാനത്തിൽ. ഈ രഹസ്യമാണ് കുർബാനയിലുള്ളത്. ഇതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. രണ്ട്, ഇങ്ങനെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രക്തം, ശരീരം, ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാൻ സാധ്യതയുള്ള സംഗതി എന്താണ്? ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ. ധാരാളം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സഭയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലതും സഭ അംഗീകരിച്ചിട്ടുണ്ട്. അതിനകത്തൊരു വിസ്മയത്തിൻ്റെ അംശമുണ്ട്, രഹസ്യാത്മകത അംശമുണ്ട്, നിഗൂഢാത്മക അംശമുണ്ട്. ഇത് സഭ അംഗീകരിക്കുന്നു. ആ സഭയോടൊത്ത് ഞാനും അംഗീകരിക്കുന്നു. അടിവരായിട്ട് പറയാണ്, ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ വിസ്മയത്തിൻ്റെ അംശമുണ്ട്, അത്ഭുതത്തിൻ്റെ അംശം, നിഗൂഢാത്മകതയുടെ അംശമുണ്ട്, അതുപോലെ തന്നെ രഹസ്യാത്മകതയുടെ അംശമുണ്ട്. അത് സഭയോടൊപ്പം ഞാൻ അംഗീകരിക്കുന്നു. എങ്കിലും ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ, ഓരോ അത്ഭുതങ്ങൾക്കും ഓരോ വിശദാംശങ്ങൾ കാണും. ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പറയുന്നത് രക്തമായിട്ട് മാറുന്നു, ശരീരമായി മാറുന്നു എന്ന അതിൻ്റെ ഞാൻ ആവർത്തിക്കുകയാണ്, വിസ്മയത്തിൻ്റെ അംശം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ. പക്ഷെ ഇത് കർത്താവിൻ്റെ ശരീരമാണ്, ഈശോ മിശിഹായുടെ ശരീരവും രക്തവുമാണ് തെളിയിക്കാനായി ഈശോ മിശിഹായുടെ DNA സാമ്പിൾസ് നമ്മുടെ കയ്യിലുണ്ടോ? സഭയുടെ കയ്യിലുണ്ടോ? ആരെങ്കിലും കയ്യിലുണ്ടോ? ഇല്ല. അപ്പം അതിൻ്റെ വിസ്മയത്തിൻ്റെ അംശമുണ്ട്, അത്ഭുതത്തിൻ്റെ അംശമുണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും ഈ വിസ്മയം, ഈ അത്ഭുതം, ഇത് കർത്താവിൻ്റെ ശരീരം തന്നെയാണ്, കർത്താവിൻ്റെ രക്തം തന്നെയാണ് എന്ന് തെളിയിക്കാനുള്ള DNA സാമ്പിൾസോ രക്തസാമ്പിൾസോ നമ്മുടെ കയ്യിലില്ല. ഒരു കാര്യം. രണ്ട്, ഇനി അങ്ങനെ തെളിയിച്ചാൽ പോലും കർത്താവിൻ്റെ പച്ചമാംസം ഭക്ഷിക്കണമെന്നോ പച്ചരക്തം കുടിക്കണമെന്നോ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ നരഭോജികളാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ കർത്താവ് യേശു മരിച്ചു, കബറടക്കപ്പെട്ടു, ഉത്ഥാനം ചെയ്തു, സ്വർഗത്തിലേക്ക് പോയി. ഉത്ഥാനം ചെയ്തത് പുതിയ ജനസിലുള്ള ജീവനിലേക്കാണ്. അതായത് ജീവശാസ്ത്രപരമായ ജീവനെ കവച്ചു വെക്കുന്ന അതിനപ്പുറത്തുള്ള ജീവൻ. ഈ ജീവശാസ്ത്രപരമായ ജീവൻ അത് മരണത്തിനും അഴുകലിനും വിധേയമാണ്. മരണത്തിനും അഴുകലിനും വിധേയമല്ലാത്ത പുതിയ ജനസിലുള്ള ജീവനിലേക്ക് കർത്താവ് കടന്നുപോയി. അങ്ങനെ കടന്നുപോയത് കൊണ്ടാണ് അവനെ തന്നെ നൽകാൻ, അവൻ്റെ ശരീര രക്തവും നമുക്ക് നൽകാൻ കഴിയുന്നത്. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ, കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തില്ലായിരുന്നെങ്കിൽ കുർബാന സ്ഥാപിക്കാനോ അവനെ തന്നെ നമുക്ക് നൽകാനോ കഴിയുമായിരുന്നില്ല. അപ്പോൾ മരണത്തിലൂടെയും കുരിശിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലേക്ക് കടന്നു പോയവനാണ് തന്നെ നമുക്ക് നൽകുന്നത് എന്ന സത്യം ഒരു സെക്കൻഡ് പോലും നമ്മൾ മറക്കാൻ പാടില്ല. അതായത് പുതിയ ജനസിലുള്ള ജീവനാണ്, ഉത്ഥാനത്തിലൂടെ പുതിയ ജനസിലുള്ള ജീവനിലേക്ക് പോയി. ആ പുതിയ ജനസിലുള്ള ജീവനാണ് അവൻ അപ്പത്തിൽ പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ നിക്ഷേപിക്കുന്നത്. അവൻ പുതിയ ജനസിലുള്ള ജീവനിലേക്ക് കടന്നുപോയി. ആ ജീവനാണ് പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ, വചനത്തിൻ്റെ ശക്തിയാൽ വീഞ്ഞിൽ നിക്ഷേപിക്കുന്നത്. അപ്പോൾ യേശു ഉത്ഥാനം ചെയ്തു. ഇതുകൊണ്ടാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത്, കർത്താവ് ഉത്ഥാനം ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് കുർബാന ഉണ്ടാകുമായിരുന്നില്ല. ചുരുക്കത്തിൽ കർത്താവ് ഉത്ഥാനം ചെയ്യുകയും പുതിയ ജനത്തിൽ ജീവനിലേക്ക് കടക്കുകയും ചെയ്തതിനാൽ അവൻ്റെ ഈ രക്ഷയുടെ ആദ്യ ഗഡുവായി പരിശുദ്ധാത്മന് നൽകിയതിനാൽ ആ പരിശുദ്ധാത്മന് ശക്തിയാൽ, അവൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ, ഉത്ഥാനത്തിൻ്റെ ശക്തിയാൽ അവൻ ഈ അപ്പത്തെ തന്നെയാക്കി മാറ്റുകയാണ്, അവനാക്കി മാറ്റുകയാണ്, അവൻ്റെ ജീവനാക്കി മാറ്റുകയാണ് വീഞ്ഞനെ. അവൻ തന്നെയാണ് നൽകുന്നത്, തൻ്റെ ജീവനാണ് നൽകുന്നത്. ഇത് നമ്മൾ ഒരു കാരണവശാലും മറക്കാൻ പാടില്ല, ഒരു കാരണവശാലും. അതിനാൽ ഇത് ഈ സലാമിസിലെ വിശുദ്ധ എപ്പിഫാനിസ് പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുക. അവൻ എന്താ പറഞ്ഞത്? ദിസ് ഈസ് റിയലി മീ. ഇത് യഥാർത്ഥത്തിൽ ഞാൻ ആകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു പറഞ്ഞാൽ ഇത് എൻ്റെ ജീവൻ, യഥാർത്ഥത്തിൽ എൻ്റെ ജീവനാകുന്നു, എൻ്റെ പ്രാണനാകുന്നു, ഞാൻ തന്നെയാകുന്നു എന്നാണ്. ഇത് വളരെ ശക്തമായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ഈ പോട്ട ആശ്രമത്തിൽ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം നടന്നൊരു കാലയളവിൽ പോട്ട ആശ്രമം ഇരിങ്ങാലക്കുട രൂപതാതിർത്തിക്കുള്ളിലാണ്. ഞാൻ ഇരിങ്ങാലക്കുട രൂപതക്കാരനാണ്. അപ്പം അന്ന് അതൊരു വലിയ വാർത്തയായിരുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുട രൂപതയുടെ അന്നത്തെ മെത്രാൻ
ജെയിംസ് പടയാറ്റിൽ പിതാവ് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അച്ഛന്മാരുടെ മീറ്റിങ്ങിൽ വളരെ ഗംഭീരമായിട്ടും എന്നാൽ ലളിതമായിട്ടും അദ്ദേഹം പറഞ്ഞു. വളരെ ഈ ജെയിംസ് പിതാവിൻ്റെ ഒരു രീതിയുണ്ടല്ലോ, വളരെ സോഫ്റ്റായിട്ടാണ് സംസാരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യ വാക്കുകളല്ല, അത് പറഞ്ഞ വാക്കുകളല്ല, പക്ഷേ അതേ സെൻസാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാണല്ലോ. അതായത് ഈ ദിവ്യീകരണാത്ഭുതത്തെക്കുറിച്ചാണ് പുള്ളി സൂചിപ്പിച്ചത് പരോക്ഷമായിട്ട്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാണല്ലോ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നതിന് മുൻപും നമ്മൾ ഇത് കർത്താവിൻ്റെ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരിച്ചറിയും തിരുരക്തമാണ് നമ്മൾ വിശ്വസിച്ചിരുന്നു. ഈ അത്ഭുതം ഇല്ലാതെ തന്നെയും നമ്മൾ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തിൽ നിങ്ങൾ തുടരണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ദിവ്യീകരണ അത്ഭുതം കണ്ടിട്ടല്ല നമ്മൾ വിശുദ്ധ കുർബാന കർത്താവിൻ്റെ ശരീരവും രക്തവുമാണെന്ന് വിശ്വസിക്കുന്നത്. മറിച്ച് നമ്മുടെ കർത്താവ് യേശു ഉത്ഥാനം ചെയ്ത കാര്യം നമുക്ക് അറിവുള്ളത് കൊണ്ടും അവൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി എന്നുള്ള സത്യം നമുക്കറിയാവുന്നത് കൊണ്ടും വിശ്വസിക്കുന്നത് കൊണ്ടും അവൻ്റെ വചനത്തിൻ്റെ ശക്തി കൊണ്ടുമാണ്. ഈ 3 കാര്യങ്ങളാണ്. അവൻ മരിച്ചവൻ ഉത്ഥാനം ചെയ്തു, അവൻ പരിശുദ്ധാത്മാവിനെ വർഷിച്ചു, അവൻ്റെ വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഉത്ഥാനം ചെയ്തവൻ്റെ ശക്തിയാണ്. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഈ അപ്പം നമ്മുടെ കർത്താവായിട്ട് മാറുന്നത്. ഈ വീഞ്ഞ് കർത്താവിൻ്റെ ജീവനായി മാറുന്നത്. അവൻ മരിച്ചവൻ ഉത്ഥാനം ചെയ്തു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അവൻ്റെ വചനത്തിൻ്റെ ശക്തി. അതായത് അവൻ ജീവിക്കുന്ന വചനമാണ്. ആ ജീവിക്കുന്ന വചനമായ അവൻ വാക്കുച്ചരിക്കുന്നു. അത് ഉച്ചരിക്കാനായിട്ട് അവൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആത്മാവ് ചിലരിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഇതാണ് ജെയിംസ് പിതാവ് പഴയറ്റിൽ പിതാവ് പറഞ്ഞത്. ഇതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഈ അത്ഭുതങ്ങളൊക്കെ നടക്കട്ടെ, അതിൻ്റെ വിസ്മയാംശം സഭയോടൊപ്പം നമുക്ക് അംഗീകരിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ നിഗൂഢാത്മകത, രഹസ്യാത്മകത എല്ലാം നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അങ്ങനെ അത്ഭുതങ്ങൾ ഉള്ളത് കൊണ്ടല്ല, ദിവ്യീകരണ അത്ഭുതങ്ങൾ ഉള്ളത് കൊണ്ടല്ല നമ്മൾ വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്നത്. മറിച്ച് കർത്താവ് തിരുവുത്ഥാനം ചെയ്തു നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടും അവൻ പരിശുദ്ധാത്മാവ് നൽകി എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടും വിശ്വാസമുള്ളത് കൊണ്ടും പ്ലസ് അവൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നത് കൊണ്ടും ഈ കൂദാശയുടെ സമയത്ത് വചനത്തിന് ജീവൻ വയ്ക്കുന്നു എന്ന ആ സത്യം നമ്മൾ അംഗീകരിക്കുന്നത് കൊണ്ടുമാണ്. ഇതാണ് ഈ സലാമസ്ലി വിശുദ്ധ എപ്പിഫാനീസ് വളരെ ലളിതമായും ഗംഭീരമായും പറഞ്ഞത്. അവൻ അപ്പം കൈകളിലെടുത്ത് ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവരോട് പറഞ്ഞു, ഇത് യഥാർത്ഥത്തിൽ ഞാൻ ആകുന്നു. വീഞ്ഞ് എടുത്ത് അവൻ കൃതജ്ഞതാസ്തോത്രം ചെയ്ത് ദൈവപിതാവിന് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് പറഞ്ഞു, ഇത് എൻ്റെ ജീവൻ പ്രാണൻ ആകുന്നു. നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക, വാങ്ങി കുടിക്കുക. അങ്ങനെ എൻ്റെ പ്രാണനും നിങ്ങളുടെ പ്രാണനും ഒന്നാകട്ടെ. അത് സംഭവിക്കുന്ന നിമിഷമാണ് വിശുദ്ധ കുർബാന അഥവാ ലിറ്റർജി. എത്രയോ ഗംഭീരമായ വ്യാഖ്യാനമാണ്. ലളിതമെങ്കിലും ഗാംഭീര്യം, പെരുമയുള്ള വ്യാഖ്യാനം. ആ ലാളിത്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവട്ടെ, പക്ഷെ അതൊക്കെ ചിലർക്ക് ദൈവം കൊടുക്കുന്ന കൃപയോ അനുഗ്രഹമൊക്കെയാണ്. നമുക്കതിനേക്കാളും വലിയ ദാനമാണ് നൽകിയിരിക്കുന്നത്, സ്നേഹമെന്ന ദാനം. കർത്താവിൽ വിശ്വസിക്കാൻ കഴിയുന്ന ആ സ്നേഹത്തിൻ്റെ അടുപ്പം, നമുക്കുണ്ടാകട്ടെ കർത്താവുമായിട്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.